ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു തല്ലുപള്ളി. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് ഹൈലൈറ്റ് മോളിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഈ മോളിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ കേരളത്തിലെ രണ്ടാമത്തെ വലിയ ഷോപ്പിംഗ് മോളാണ്. അത് ഈ അടുത്താണ് ഓപ്പൺ ചെയ്തേക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ ഹൈലൈറ്റ് മോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ അത് കാണാനായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും കാണാം. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ഹൈലൈറ്റ് മോള്. അത്യാവശ്യം വലിയൊരു മോളാണ്. കേരളത്തിൽ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ മോളാണ് ഇത്. ഈ അടുത്താണ് ഇത് പണി കഴിഞ്ഞത്. ഇതുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കുട്ടല്ലൂർ എന്ന സ്ഥലത്താണ് കേട്ടോ. കുട്ടല്ലൂർ ഹൈവേയിൽ തന്നെയാണ്, സെൻട്രലായിട്ടാണ് ഇതുള്ളത്. ഈ അടുത്തായിട്ടാണ് ഇത് പണി കഴിഞ്ഞത് കേട്ടോ. ഭയങ്കര തിരക്കാണ്, നല്ല തിരക്കാണ്. 5 നിലയാണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ ഇവിടെ 6 തിയേറ്റേഴ്സാണുള്ളത്. തിയേറ്റേഴ്സിൻ്റെ ഒന്നും പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെയുള്ളത് നമ്മുടെ ഏറ്റവും താഴെയായിട്ടാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉള്ളത് കേട്ടോ. അപ്പോൾ ലുലുത്തെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും കയറി നോക്കാം. അപ്പോൾ നമ്മളിവിടെ അഭിചേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അഭിചേട്ടൻ വണ്ടി പാർക്ക് ചെയ്യാൻ പോയിക്കായിരുന്നു. ഇത്തിരി ഉള്ളിലോട്ടാണ് പാർക്കിങ്. അത് കാരണം കുറച്ച് നേരം തന്നെ നിൽക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇനി അകത്തോട്ട് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇതാ അവിടെ എൻട്രൻസിൽ തന്നെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, സെക്യൂരിറ്റി ചേച്ചി. ആ ചേച്ചി ഞങ്ങളോട് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് നല്ല വിശാലമായിട്ട് നമ്മൾ കയറി വരുന്ന ഒരു വലിയൊരു ഹോളിലേക്ക് എന്നൊക്കെ പറയില്ലേ, അമ്മാതിരി ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. പിന്നെ ഇവിടെ എപ്പോഴും ഭയങ്കര സ്റ്റാഫൊക്കെ ഉണ്ട് കേട്ടോ. ഈ മോളിൻ്റെ തന്നെ സ്റ്റാഫ്സ് എപ്പോഴും ഇവിടെ ഓരോ ഫ്ലോറിലും കാണാം കേട്ടോ. എന്താ പറയുക, കണ്ണ് തിരിച്ചാൽ കാണുന്നത് എല്ലാ സ്റ്റാഫും അമ്മാതിരിയായിരുന്നു. പിന്നെ ക്രിസ്മസിനോട് അനുബന്ധിച്ചിട്ടായിരുന്നു കേട്ടോ ഇത് ഓപ്പൺ ചെയ്തത്. അത് കാരണം കൊണ്ട് തന്നെ വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ട് ഇവിടെ. ഇതിൻ്റെ ചുറ്റും ചങ്ങല പോലെ സംഭവമില്ല, അതുവരെ വെൽവെറ്റാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത്ര ഒരു ഹൈറ്റിലുള്ള സാധനം കാണുമ്പോൾ നമുക്കൊരു ആവേശം ആർമാദമൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ കടകളാണ് കേട്ടോ ഇവിടെ നിറച്ച്. അധികം കടകളൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല, ആകെ കുറച്ച് കടകളാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. ഒരു 10-30 ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഇങ്ങനത്തെ വലിയ വലിയ ബ്രാൻഡ് ഷോപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ. പക്ഷേ ഇവിടെയൊക്കെ ഇപ്പോൾ സെയിലും നടക്കുന്നുണ്ട്. എത്രയും പെർസെൻറ്റേജ് ഓഫ് മിക്ക കടകളിലുണ്ട് കേട്ടോ. ഈ ട്രീ ഭയങ്കര ഹൈറ്റ്, എത്ര അടി ഉണ്ടാവും ഈ ട്രീ? എത്ര ഫീറ്റ് ഉണ്ടാവും? ഒരു 60 അടി ഉണ്ടെന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഈ ഉണ്ണിയുടെ അഭിപ്രായം പറയാം. 8 മീറ്ററാണ്. ഇപ്പോൾ സെർച്ച് ചെയ്തിട്ട് പറയുന്നത് എത്രയുണ്ടാവും ഉണ്ണി? അറിയില്ല. ഇവിടെ സ്റ്റീഫൻ ദേവസിയുടെ എന്തോ പരിപാടി ഉണ്ടായിരുന്നു. അതോ പരിപാടി കഴിഞ്ഞിട്ടേ തോന്നുന്നു. ഞങ്ങൾ പോയത് രാവിലെ ഒരു 11 മണി നേരമായിരുന്നു കേട്ടോ. അത് കാരണം തിരക്കൊക്കെ ഇല്ലയെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതായത് നല്ല തിരക്കായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചെറിയൊരു റീൽ ഷൂട്ടിംഗ് ഒക്കെ നടത്തി കേട്ടോ. തുടക്കത്തിൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ അധികം ആൾക്കാരില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോഴേക്കും ആൾക്കാരുടെ ചാകരയായിരുന്നു, ഗൈസ്, ചാകര. അപ്പം തുടക്കത്തിൽ ഞങ്ങൾക്ക് നാണക്കേടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ റീൽ ഷൂട്ട് ചെയ്യുമ്പോൾ. പിന്നെ അങ്ങോട്ട് സെറ്റായി ചെയ്ത് തുടങ്ങിയപ്പം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇത് ഉടനെ നമ്മുടെ ഷോർട്ട് വീഡിയോ ആയിട്ടും റീൽസായിട്ടൊക്കെ ഇറങ്ങും കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടോളോ, കണ്ടിട്ട് അഭിപ്രായം കമൻറ്റൊക്കെ ഇടണേ. ഇതാണ് ക്രിസ്മസ് ട്രീയുടെ റെഡിക്കുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇതാ നല്ല ഹൈറ്റും ഉണ്ട്, അതേപോലെ നല്ല അസലായിട്ട് അത് സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഇവിടെ കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ആ സൈഡിൽ, ആ റൈറ്റ് സൈഡിലായിട്ട് ഞങ്ങളുടെ സെൻറ്ററിൽ കൂടെ നോക്കുക വെച്ചാൽ കാണാൻ റിക്ലൈനർ ഉണ്ട് കേട്ടോ. കുറച്ച് 6 റിക്ലൈനറുകളും ഉണ്ട് കേട്ടോ. നമ്മളിനി താഴോട്ട് പോവാണ്. താഴെ കാണുന്നതാണ് നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉള്ളത്. അപ്പൊ നമ്മൾ താഴെയാണ്, അതിന്റെ താഴെയാണ് ലുലു, അതിന്റെയും താഴെയാണ് പാർക്കിംഗ്. ഇത് ഗ്രൗണ്ട് ഫ്ലോർ, അതിന്റെ താഴെയാണ്, 2 ലെവല് താഴെ. ഓക്കെ, പിന്നെ അവിടെ ആയിട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് സുഖം കൊള്ളാതെ റിക്ലൈനർ അവിടെ ഇട്ടിട്ടുണ്ട്. ഇത് മറ്റേ സ്റ്റെപ്പ് അല്ല, അത് സ്ലൈഡിങ്. നമുക്കപ്പം എന്തായാലും മുന്നോട്ട് പോവാം.
ശരിക്ക് താഴത്തെ ലെവലിൻ്റെ ഒപ്പം തന്നെയാണ് കേട്ടോ പാർക്കിങ്. ഞാൻ പറഞ്ഞതിൽ ഇത്തിരി തെറ്റിപ്പോയതാണ്. പിന്നെ ഇതാ സ്ലൈഡിങ് ആണ് ഇവിടെ. അത് കാരണം നല്ല സുഖം, നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് മുകളിലോട്ടോ വരണമെങ്കിലൊക്കെ എളുപ്പമായി. ഈ സ്ലൈഡിങ്ങിൽ കൂടെ വന്നാൽ മതിയില്ല എസ്കലേറ്റർ വഴി. സ്റ്റെപ്പുള്ള എസ്കലേറ്റർ ആകുമ്പോൾ നമുക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞങ്ങൾ മൂന്നാളെന്തേ ഇങ്ങനെ പോവാണ് കേട്ടോ. ഭയങ്കര സ്ലോ ആണ് കേട്ടോ ഇവിടുത്തെ എസ്കലേറ്റർ, അതായത് ലുലുക്കുള്ളത്. പക്ഷേ മറ്റേ സ്റ്റെപ്പുള്ള ഇതിന് മുകളിലേക്കുള്ളതൊക്കെ സ്റ്റെപ്പുള്ള എസ്കലേറ്ററുകളാണ്, അതല്പം സ്പീഡാണേ. ഇത് ഭയങ്കര സ്ലോ ആണ്, നമുക്ക് നല്ല സുഖമാണ് പോകാനായിട്ട്. ഇതൊക്കെ നമ്മൾ എടുക്കണതില്ലേ കുറെ സാധനങ്ങൾ വാങ്ങിക്കാനാണ് നമ്മൾ, പക്ഷെ ഒന്നും വാങ്ങിക്കില്ല. നമ്മൾ ആകെ വാങ്ങിക്കാൻ വല്ല മിഠായി. അപ്പോൾ നമുക്ക് വല്ല മിഠായി വാങ്ങിച്ചു തരാം. പക്ഷെ നമ്മൾ വണ്ടി നമ്മളപ്പോൾ നമുക്കപ്പോൾ വണ്ടി വേണം. വണ്ടിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നന്നായി ഹെൽമെറ്റൊക്കെ യൂസ് ചെയ്യണം. കൃത്യമായി ലൈസൻസ് ഇല്ല, ലൈസൻസ് ഉള്ളവർ മാത്രം വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. അയ്യോ ഇടിച്ചിട്ടല്ലേട്ടാ. ഇവിടെയൊക്കെ ചോക്ലേറ്റിന്റെ സെക്ഷനാണ് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ അധികം ക്രോക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ട്. സോപ്പൊക്കെ കുളിക്കാറില്ലേ? സോറി കേട്ടോ, കുളിക്കാത്ത കുട്ടികളാണ്. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ റെക്കമെൻഡ് ചെയ്യുന്നു. അയ്യോ എനിക്ക് വേണ്ട, ഞാൻ ലെക്സിനാണ്. ഇതിനൊന്നും പ്രൊമോഷനൊന്നും പൈസ ഒന്നും കേട്ടോ, ഇത് ഫുൾ ഫ്രീ. ചന്ദ്രിക പലതരം. ചന്ദ്രിക ആയുർവേദ സോപ്പുണ്ട്, ചന്ദ്രിക നമ്മുടെ ഇതാരാ അമലപ്പോൾ യൂസ് ചെയ്യുന്നത് ഇതാണ്, റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത് ഇതാണ്. അപ്പൊ നമുക്ക് ഇപ്പോഴും നോക്കാം ഇവിടെ എന്തൊക്കെ അടിച്ച് പൊട്ടിക്കും നമ്മുടെ പല്ലിട്ട്. അത് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അല്ല തോട്ടൊക്കെ പോകണം. അത് ജെംസ് കുട്ടിയാണ്. സെക്ഷനാണ് അയക്കുന്നത്. ഈ ഇത് മറ്റേത് നിവിയുടെ ഏതാന്ന് പറഞ്ഞവർക്ക് ഇൻവിക്ട്രിയോ നമ്മൾ ഗിവ് അവേ കൊടുക്കും. എന്ത് ഗിവ് അവേ? ഇത് പെർഫ്യൂം അല്ലേ? പെർഫ്യൂം എന്റെ വീട്ടിലുണ്ടായിരുന്നു. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ കുഞ്ഞു കുഞ്ഞു അളവിലുള്ളതൊക്കെ ഉണ്ട്. ഹൈ ഫോം ടെസ്റ്റ് ഇല്ല, ടെസ്റ്റ് ഞാൻ തുമ്മു. ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഷേവിംഗ് ക്രീം എടുത്തടിച്ചുള്ള അവസ്ഥ. കുറേ നടക്കാനുണ്ട് കേട്ടോ ഇവിടെ ലുലുവിൽ തന്നെ കുറേ നടക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്നേക്കുന്നത് ബുക്കും ബാഗൊക്കെ വെച്ചിരിക്കുന്ന സെക്ഷനിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ബുക്കൊക്കെ നോക്കുമായിരുന്നു. ഇവിടെ കുറച്ച് കുഞ്ഞ് നല്ല ക്യൂട്ടായിട്ടുള്ള ഡയറീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അതിൻ്റെ ബുക്കൊക്കെ നോക്കുമായിരുന്നു. പക്ഷേ ക്യൂട്ട് കൂടുന്നവരും വില കൂടും ഗൈസ്. സാധാ ബുക്കിന് വെച്ച് ഇത്ര വിലയില്ല, അങ്ങനത്തെയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമില്ലേ ഇതൊക്കെ കാണാനായിട്ട്. ഇപ്പം നമ്മൾ എത്തിക്കുന്നത് നമ്മുടെ ഡെയിലി യൂസിനൊക്കെ വേണ്ട സാധനങ്ങളാണ് കേട്ടോ. കോളറ്, ചൂല്, കോരി, പിന്നെ തുടയ്ക്കണ മോപ്പ്, അങ്ങനത്തെയൊക്കെ ഉള്ളതാണ്.
അടുത്തായി നമ്മൾ വന്നിരിക്കുന്നത് പാത്രങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്കാണ് കേട്ടോ. പേപ്പർ ഗ്ലാസ്, പേപ്പർ പ്ലേറ്റ്, അതുപോലെ മരത്തിൻ്റെ ഒക്കെ സ്പൂൺസ് ഇല്ലേ, അങ്ങനത്തെ പാർട്ടിക്കൊക്കെ നമ്മൾ കല്യാണ പരിപാടിക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം. പിന്നെ കേക്കിൻ്റെ സാധനങ്ങളില്ലേ, ബട്ടർ പേപ്പർ, അത് ഒക്കെ വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. ഇനി നമ്മൾ വന്നിരിക്കുന്നത് കശുവണ്ടികളുടെ ലോകത്തേക്കാണ് കേട്ടോ. പല വെറൈറ്റീസ് ഓഫ് കശുവണ്ടി ഉണ്ടായിരുന്നു, നല്ല പല ക്വാളിറ്റിയുടെ. പിന്നെ നമ്മളിത് ആ പാത്രങ്ങളുടെ സെക്ഷനിലേക്കാണ് കേട്ടോ വന്നേക്കുന്നത്. പലതരത്തിലുള്ള പാത്രങ്ങളുണ്ട്. പിന്നെ ചെടിച്ചട്ടി പോലത്തെ സെറ്റപ്പൊക്കെ ഇല്ലേ, ഇൻഡോർ പ്ലാൻ വെക്കാനുള്ള അതൊക്കെ ഉണ്ട്. പിന്നെ കൊതുവിൻ്റെ സാധനങ്ങൾ, പിന്നെ ഇതൊക്കെ എന്താ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ദേ ന്യൂട്ടല്ല, കിൻഡർ ജോയ്. ഞങ്ങൾ എന്നിട്ട് ഈ കിൻഡർ ജോയ് വാങ്ങി മുകളിലുണ്ട്, വേണമെങ്കിൽ നോക്കിയിട്ട് മട്ടൻ കറി 207, 144. പിന്നെ നമ്മൾ എത്തിയത് പലതരം കറികളുടെ ഏരിയയിലായിരുന്നു കേട്ടോ. ഇവിടെ ബിരിയാണി അങ്ങനത്തെ കുറേ ഫുഡുകളൊക്കെ ഉണ്ട്. പിന്നെ ഇത് എന്ന് പറയുന്നത് ഉപ്പിലിട്ട സെക്ഷനാണ് ഗൈസ്. പലതരം കണ്ണിമാങ്ങ, പിന്നെ കുഞ്ഞിനെല്ലിക്ക, അങ്ങനെ മുറിച്ച മാങ്ങ, അങ്ങനെ 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 പലത്. പിന്നെ എന്താ ഒലീവൊക്കെ ഇട്ടിരുന്നു ഉപ്പിൽ. അങ്ങനത്തെ പല പല സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഈ സൈഡ് എന്ന് പറയുന്നത് ബട്ടറൊക്കെയാണ്. പനീറിന് എത്രയാണ്? 140. എവിടെ? ആ പനീറല്ലല്ലോ, ബട്ടറല്ലേ? കൺസോൾട്ട് സോസ്. ഇപ്പുറത്തെ സൈഡിൽ അഞ്ച് പച്ചക്കറികളാണ് കേട്ടോ. നല്ല ക്യാപ്സിക്കം പലവരുടെ സെക്ഷൻ. ലെഫ്റ്റ് സൈഡിൽ നിറച്ച് മുട്ടായിയാണ് ഗൈസ്. നമുക്ക് ഗിഫ്റ്റൊക്കെ ചെയ്യാം. അപ്പാടെ ഒരു ബോക്സ് അടക്കമുള്ള തരം മിഠായികളാണ് കേട്ടോ. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ. ഇതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നില്ലേ, ഡേറ്റ്സിൻ്റെ സെക്ഷനാണിത്. പിന്നെ ഇത് കുറച്ച് ഫ്രൂട്ട്സ് ആണ് കേട്ടോ. ഫിയാക്സീഡ് ഒരു സൈഡ് കവർ ചെയ്തൊക്കെയാണ്. നമുക്ക് സ്വീറ്റ് സെക്ഷൻ പോകുന്നത്. കരുനാഗപ്പള്ളി ഹൽവ, തിരുനെൽവേലി. ഇതാണോ തിരുനെൽവേലി ഹൽവ? ഫേമസ് ആയ തിരുനെൽവേലി. ഇതാണ് തിരുനെൽവേലി ഹൽവ. അങ്ങനെ തിരുനെൽവേലി ഹൽവയൊക്കെ കണ്ടു കേട്ടോ. നിങ്ങൾ തിരുനെൽവേലി ഹൽവ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. ഇത് ഫുള്ള് ഫുഡ് സെക്ഷനാണ് കേട്ടോ. നമ്മൾ കഴിക്കാനുള്ള ഫുഡിൻ്റെ സാധനങ്ങളാണ്, നമ്മൾ പലഹാരങ്ങൾ അങ്ങനെ പറയാം. ഞാൻ അപ്പുറത്തിരിക്കുന്നല്ലേ, പിന്നെയും ചായ. അങ്ങനെ അലുവയുടെ ഒക്കെ സെക്ഷൻ കഴിഞ്ഞ് നമ്മളിതാ ഇപ്പുറത്തെ മിഠായിയൊക്കെയാണ് കേട്ടോ. നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. ക്രിസ്മസ് ആയ കാരണം നക്ഷത്രങ്ങളൊക്കെ ഇട്ടുണ്ട് ഇവിടെ കണ്ടോ. ഫിഷിൻ്റെ ഇത് നോക്കണോ. ഇനി നമ്മൾ എത്തിക്കുന്നത് ഫിഷിൻ്റെ സെക്ഷനിലാണ് കേട്ടോ. ഇവിടെ എന്ന് പറയുന്നത് പലതരം ഫിഷ് ഉണ്ടെങ്കിലും നമുക്ക് ഭയങ്കര തിരക്കായിരുന്നു. ആ ഭാഗത്ത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. വീഡിയോ വലിയ കാര്യമായിട്ട് എടുക്കാൻ നിന്നില്ല. ഇപ്പുറത്തുള്ളതെന്ന് പറയുന്നത് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള മീനിൻ്റെ കളക്ഷനാണ് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് വാങ്ങാം. അങ്ങനത്തെ നല്ല വളർത്തുമീനിൻ്റെ സെക്ഷനായിരുന്നു. ഇനി നമ്മളിതാ എത്തിക്കുന്നത് അടുത്ത റസ്കിൻ്റെ സെക്ഷനാണ് കേട്ടോ. റസ്ക്, ബിസ്ക്കറ്റ് അങ്ങനത്തെയൊക്കെ സാധനങ്ങളുടെ സെക്ഷനാണിത്. കേക്ക് അങ്ങനത്തെയൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പുറത്തെന്ന് പറയുന്നത് പാനിപൂരി, ചാറ്റ് മസാല അങ്ങനത്തേൻ്റെ ഒക്കെ ഒരു സെക്ഷനാണ്. ഒരു നോർത്ത് ഇന്ത്യൻ കൗണ്ടറാണിത്. ഇവിടെ ഫ്രൂട്ട്സ് എന്താ ലാഭം 1 കിലോ. അപ്പുറത്ത് ഉപ്പിലിട്ട സെക്ഷൻ. ഒരു മുട്ട ഇടുമ്പോൾ 500. ഇതൊക്കെ എങ്ങനെയാ അറിയാൻ പറ്റുക? 110 ഗ്രാമാണ്. അങ്ങനത്തെ വല്ല മിഷനിൽ
അപ്പോൾ പാനിപൂരിയുടെ ഇപ്പുറത്തെന്ന് പറയുന്നത് ഫ്രൂട്ട് സാലഡും അതുപോലെ ഇങ്ങനെ വെജിറ്റബിൾ സാലഡും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. ഇതെന്ന് പറയുന്നത് ബർഗറായിരുന്നു ഇപ്പം തന്നെ കാണിച്ചതെന്ന് പറയുന്നത് 98 പിന്നെ ഇത് പത്തിരിയുടെ ഒരു സെക്ഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പത്തിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്തായാലും സാധനം വാങ്ങാമെന്ന്. ഏതൊക്കെ വേണ്ട അത് പറ, അത് മാത്രം എടുക്കണം. ഏതൊക്കെ വേണം? ആപ്പിൾ എടുത്തോ, 2 ആപ്പിൾ. ആപ്പിൾ എടുത്തോ, പിന്നെ അപ്പോൾ നമ്മൾ ഫ്രൂട്ട് സലാഡ് എടുക്കുകയാണ് കേട്ടോ. 1 കിലോന് 113 രൂപ. അപ്പോൾ നമ്മൾ എടുക്കണ ക്വാണ്ടിറ്റിയുടെ പ്രൈസ് അവർ പറഞ്ഞു തരും കേട്ടോ. നമ്മളപ്പോൾ വളരെ നോക്കിയിട്ട് എടുത്തേക്കുന്നത്. ആപ്പിൾ എടുത്തു, മാങ്ങ, ഗ്രീൻ ആപ്പിൾ അല്ലല്ലോ, ഗ്രീൻ ആപ്പിള, ഗ്രീൻ ആപ്പിളാ അതെടുത്തു. ഇനി നമുക്ക് തന്നെ എടുക്കാം. 2 ദിവസം മതിയോ? ഇത് ഒരു പീസ് പപ്പായ. ഇന്നലെയും കൂടി കഴിച്ചു. വീട്ടിൽ കഴിച്ചോ? ഞാനെങ്കിൽ 2 വീട്ടിൽ ഇത് എത്രയാണ്? ജസ്റ്റ് $500 ഗ്രാമിന് അത്ര വില. അതിൽ കുറവായി അവര് കാൽക്കുലേറ്റ് ചെയ്തിടും. പിടിയൻ ചക്കയൊക്കെ ഉണ്ട് കൈ. നമ്മളെടുത്തത് 220 ഗ്രാമാണ്. അപ്പം നമ്മൾ 1 കിലോ എന്ന് വെച്ചിട്ടാണ് എടുത്തത്. പക്ഷെ അത്രയൊന്നും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പുറത്തെന്ന് പറയുന്നത് ഒരു ഡോണറ്റിൻ്റെ സെക്ഷനായിരുന്നു. പലതരത്തിലുള്ള ഡോണറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ഇനി നമ്മളെന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചു. കാരണം സമയം ഒരു 12:45 ആയി. അപ്പോൾ നമ്മളിതാ ഇവിടെ ഇനിയുള്ള കുറച്ചും കൂടി ഡോണറ്റ് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് കയറി അങ്ങോട്ട് ഫുള്ള് കഴിക്കാനുള്ള ബേക്കറി ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ പലതരത്തിലുള്ള സാധനങ്ങളുണ്ട്. നമ്മുടെ സാധാ അടുത്തുള്ള കടയിലൊന്നും കാണാത്ത സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. പലതരത്തിലുണ്ട്. നമ്മൾ പലതിൻ്റെയും പേര് അപ്പോഴാണ് ആദ്യമായിട്ട് വായിച്ച് മനസ്സിലാക്കണേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന്. പലതും പിന്നെ പുതു പേരുകളായ കാരണം ഞങ്ങൾ വാങ്ങിയിട്ട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൺഫ്യൂഷനിലാണ്. കുറേ സാധനങ്ങൾ കാണുന്ന കാരണം എന്ത് വാങ്ങണം എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഒരു സ്ലൈസ് പിസ്സ വാങ്ങി കേട്ടോ. പിന്നെ എന്താ ഈ താഴെയുള്ള റൗണ്ട് സാധനം വാങ്ങിയാലോ എന്ന് ഞങ്ങൾ വിചാരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ അതിനെ പറ്റിയൊക്കെ അവിടുത്തെ സ്റ്റാഫിനോട് ചോദിക്കാറുള്ളത് എന്താ ഐറ്റം എന്നൊക്കെ കേട്ടോ. ചിക്കൻ ടിക്ക പ്ലേറ്റ് അതേതാ? ഇതാണോ ഇതാണോ ചിക്കൻ ടിക്ക പ്ലേറ്റ്? ചിക്കൻ ടിക്ക പ്ലേറ്റ് ഇതാണോ? പെന്നാണോ? അപ്പൊ ഇതെന്താ? ചിക്കൻ സോസേജ് മയോനൈസ് എടുത്തോ. ചിക്കൻ പിന്നെ ചിക്കൻ പാൻ പീസ്. ചിക്കൻ പാൻ പീസ്. ഇത്ര വലുത്. അപ്പം നമ്മൾ 2 സാധനങ്ങളാണ് കേട്ടോ വാങ്ങിയത്. മറ്റേ താഴെ കണ്ടത് ആ റൗണ്ട് ഉള്ള സാധനം
അത് ബെന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല അത് വാങ്ങാനായിട്ട്. അപ്പോൾ നമ്മളൊരു സ്ലൈസ് പിസയും പിന്നെ വേറൊരു സാധനം എന്തോ സോസേജ് ഇവിടെ കുറേ എന്ന് പറഞ്ഞിട്ടൊരു സാധനം, സോസേജ് മയണൈസ് അങ്ങനെ എന്തോ ഒരു സാധനമാണ് വാങ്ങിയത്. ഇപ്പുറത്തെന്ന് പറയുന്നത് ഫുള്ള് ഇതാ ഇങ്ങനത്തെ ഒരു ബ്രെഡ് സെക്ഷനാണ് കേട്ടോ. ബ്രെഡ് ബേക്കഡ് സെക്ഷൻ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു സാധനമാണ്. കുറേ ബിസ്ക്കറ്റ്സ് അങ്ങനത്തെയൊക്കെ ഇതിനപ്പുറത്തുണ്ട് കേട്ടോ. ഐറ്റം കിട്ടി കഴിച്ചു. ഇതാണ് എന്താ സംഭവം? ചിക്കൻ സോസ് എന്താണെന്ന് അറിയില്ല. ചിക്കൻ സോസേജ് മയണൈസ് ആണ്. നോക്കിയൊക്കെ എങ്ങനെയുണ്ടെന്ന്. ടെസ്റ്ററാണ് കഴിക്കുന്നത്. ടെസ്റ്റർ അവർ ചൂടാക്കി വരികയാണ് കേട്ടോ. പച്ചക്കറിയും കൂടി. അപ്പോൾ നടന്ന് വയ്യാണ്ടേ. അപ്പോൾ എന്തായാലും നമുക്കിനി ഇത് മുകളിൽ പോയി കൊണ്ട് കഴിക്കാമെന്ന് വെച്ചു. മൂന്നാമത്തെ നിലയിൽ ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പുറത്തൊക്കെ ഇതാ ഈ നമ്മൾ വാങ്ങിയതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് കുറേ ഡോണറ്റ്സ് അതുപോലെ ഇങ്ങനെ കേക്കൊക്കെ കണ്ടു. ഇതാ ഈ സെക്ഷൻ നമ്മൾ ഇനി അവസാനിക്കാറായിട്ടോ. നമ്മൾ കുറേ ഭാഗത്തേക്കൊന്നും വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇതാ ഇവിടെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ സെക്ഷനാണ്. കദളിപ്പഴമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പുറത്ത് ഇതാ പലതരം സാധനങ്ങൾ. പിന്നെ അരിഞ്ഞ് വെച്ച സാധനങ്ങളുണ്ടല്ലോ, പയറൊക്കെ അരിഞ്ഞ് വെച്ചതൊക്കെ കിട്ടും. നമുക്കിപ്പോൾ റെഡി ഇതാണ്. അപ്പോൾ നേരെ കൊണ്ടുപോയി വെച്ചാൽ മതി. പക്ഷേ ഇതിനനുസരിച്ച് വിലയൊക്കെ ഉണ്ട് കേട്ടോ. സാധാ പക്ഷേ പച്ചക്കറിക്കൊക്കെ റീസണബിളാണ് സാധാ വില. പിന്നെ ക്വാളിറ്റി കൂടുതലുണ്ടാവുമല്ലോ, നല്ല ക്വാളിറ്റി ആയിരിക്കും. പിന്നെ ഇപ്പോഴത്തെ ഇതാ നമ്മളങ്ങനെ ബില്ലിങ്ങിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ബില്ലിങ്ങിൽ നല്ല തിരക്കുണ്ട്, പക്ഷെ കുറേ സ്ഥലത്ത് ബില്ലിങ് ഉണ്ട്. പക്ഷേ ഇങ്ങോട്ടൊക്കെ അത്യാവശ്യം 1-2 ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് ഇത്തിരി നേരം പിടിക്കും ബില്ല് ചെയ്ത് കിട്ടാനായിട്ട്. റൈറ്റ് നമ്മളങ്ങനെ സാധനം നടക്കും. ഒന്നും വാങ്ങില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഇത്രയൊക്കെ വാങ്ങിയിട്ടുണ്ട്. 50 രൂപയുടെ കിൻഡർ ജോയ് ഇപ്പോഴും കൊണ്ടിട ഓപ്ഷൻ മണിക്കുട്ട. കിൻഡർ ജോയ് കൊണ്ടുവരണോ? നമ്മൾ എത്ര നിർബന്ധിച്ചിട്ടോ അഭിച്ചേട്ടൻ കിൻഡർ ജോയ് വിട്ട് കളിയില്ല എന്നുള്ള പോലെയായിരുന്നു. ലാസ്റ്റ് ആ കിൻഡർ ജോയ് വാങ്ങിയിട്ടോ. കാരണം നമ്മൾ പണ്ടൊക്കെ ഒരു കിൻഡർ ജോയ് എന്ന് കാണുമ്പോൾ നമുക്ക് ആ ടോയ്സ് കിട്ടാൻ വേണ്ടി എന്തൊക്കെയൊക്കെ അത് ഞങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര ആ ടോയ്സിന് വേണ്ടി, ആ മിഠായിക്കാട്ട് എല്ലാവർക്കും ടോയ്സാണല്ലോ ഇഷ്ടം. പക്ഷേ ആ ഒരു കുഞ്ഞൊരു സ്പൂൺ സാധനത്തിന് 50 രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണ്. എല്ലാവരും അതേ ചിന്തക്കാരാണോന്നറിയില്ല. അപ്പോൾ ലാസ്റ്റ് നിമിഷമായപ്പോൾ ചേട്ടൻ എന്തോ വാങ്ങാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ക്യാമറയും കൊണ്ട് പോയി. ആ ബില്ലിങ്ങിൽ ഇത്തിരി തിരക്ക് വന്നപ്പോൾ ഇതും കൂടി വാങ്ങാൻ പോയി. എന്തോ നട്ട്സിൻ്റെ ഒക്കെ ഒരു സാധനമാണ്, മിക്സഡ് നട്ട്സോ ഓട്സോ അങ്ങനത്തെയൊക്കെ ഒരു കലർന്നൊരു സാധനമായിരുന്നു കേട്ടോ അത്. അപ്പോൾ അതും കൂടി കൊണ്ടുപോയി. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടോ. ഒന്നും വാങ്ങിയില്ല, മിഠായി മാത്രം വാങ്ങുമെന്ന് പറഞ്ഞ് കയറി നമ്മൾ. ഇപ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിയത്. അത് ഫ്രൂട്ട്സ് നട്ട്സ് സീഡ്സ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ് ലാസ്റ്റ് പോയി വാങ്ങിയത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഒന്ന് താഴോന്ന് കുറിച്ചത് അത്ര രസമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വാങ്ങി അതിൻ്റെ പിന്നെ നമുക്ക് കവറൊക്കെ കാശ് കൊടുത്ത് വാങ്ങണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. അപ്പോൾ കവറൊക്കെ നമ്മൾ വാങ്ങി. അങ്ങനെ നമ്മളിതാ നടക്കുകയാണ്. ഇവിടെ എന്ന് പറയുന്നത് ഒരു ചേട്ടൻ നിൽക്കണ്ടാവും. ആ ചേട്ടൻ നമ്മൾ വാങ്ങിയ സാധനങ്ങൾ ബില്ല് കാണിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ഒസിമ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ട് അതൊന്നു. അപ്പോൾ ഈ സാധനം ഒന്നും വേണ്ടാന്ന് വെച്ചെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. എൻ്റെ അഭിപ്രായമാണ്. ആർക്കൊക്കെ ഇതിൽ ഒത്തുപാടുണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ ലുലുവിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഒന്നിച്ച് പോകുന്ന പോലെ. അപ്പോൾ അതായത് നമ്മളിതാ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് മൂളിക്ക് കയറുകയാണ് കേട്ടോ. ഹൈപ്പർ മാർക്കറ്റിൽ ഞാൻ അത്യാവശ്യം ഉണ്ടായിരുന്നു നടക്കുക. അപ്പോൾ നമുക്ക് കാലൊക്കെ വേദന എടുത്തു തുടങ്ങി. അപ്പോൾ നമ്മളിതാ മൂളിക്ക് പോവാണ്. അപ്പോൾ ഞാനും കൂടി കയറുന്നു, എൻ്റെ തലയും കൂടി കെട്ടോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇവിടെ ഭയങ്കര സ്ലോ ആണ് കേട്ടോ. ഇവിടെ നല്ല സുഖമാണ് പോകാനായിട്ട്. അത് കാരണം ഇറങ്ങാനും പെട്ടെന്ന് എക്സ്കലേറ്ററിൽ കാലെടുത്ത് വെക്കുന്നവർക്ക് പേടിയുണ്ടെങ്കിൽ ഇതുമ്പോൾ കയറി പരിശീലിച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, ഇനി അടുത്തുനിന്ന് ഞങ്ങൾ അടുത്ത നിലയ്ക്ക് പോവാണ് കേട്ടോ. ഇത് സ്റ്റെപ്പുള്ള എസ്കലേറ്ററാണ്.
അപ്പോൾ ആദ്യം പോയി അവിടെ കയറിക്കുക എന്നിട്ട് ഞങ്ങളുടെ വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. കണ്ടോ, ഇത് അത്യാവശ്യം സ്പീഡാണ്. നേരത്തെ ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ടുള്ളതിനെക്കാട്ടും സ്പീഡാണ്. കണ്ടോ, പെട്ടെന്ന് എത്തണ്ടേ. മറ്റേ ഇതിന് താഴേത്തെന്ന് പറയുന്നത് സ്ലോ ആയിരുന്നു. ഇത് ഭയങ്കര സ്പീഡാണ്, പക്ഷെ നല്ല സുഖമുണ്ട്. നമുക്കിനി ഇതിൽ കയറി പരിശീലിക്കാൻ. ലിഫ്റ്റൊക്കെ ഭയങ്കര തിരക്കാണ് കേസ്. ഞങ്ങൾ ലാസ്റ്റ് ലിഫ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളിവിടെയുള്ള ഒരു മാക്സിലോട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനത്തെ ജിൽ ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കയറി വന്നപ്പോൾ തന്നെ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ മാക്സൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഇല്ല. ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മാക്സിൽ ഈ ടൈമിൽ. പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മൾ വിലയൊക്കെ നോക്കി ഡ്രസ്സൊക്കെ നോക്കി ട്രയൽ ചെയ്യാനൊന്നും നിന്നില്ല കേട്ടോ. അപ്പം നമ്മൾ വിലയൊക്കെ നോക്കി സാധനങ്ങളൊക്കെ നോക്കി കഴിഞ്ഞ് നമ്മൾ അടുത്ത ഷോപ്പിലോട്ട് പോകാൻ നമ്മളിവിടെ നിന്ന്. ഇവിടെ ഞങ്ങളിങ്ങനെ നടക്കുമ്പോഴാണ് പെട്ടെന്നൊരു ബസ് കണ്ടു കേട്ടോ. പിള്ളേരൊക്കെ ഇരുത്തിൻ്റെ താഴെ കൂടെ റൗണ്ട് അടിച്ച് വരുന്നൊരു ബസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ഈ 2nd ഫ്ലോർ വരെ ഉണ്ട് കേട്ടോ. ഈ ട്രീയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് രസമുണ്ടായിരുന്നു. ഇവിടെ ബാറ്റയുടെ ഒക്കെ കട വരുന്നുണ്ട് കേട്ടോ, പക്ഷെ തുറന്നിട്ടില്ല. അങ്ങനെ നമ്മൾ അടുത്ത കടയിൽ കയറിയിട്ട് ഒരു ഷോപ്പാണ്. ഈ കടയത്തെ റേറ്റൊക്കെ ഏകദേശം നമ്മുടെ സ്റ്റുഡിയോത്തെ റേറ്റ് പോലെ എനിക്ക് തോന്നി കേട്ടോ. റീസണബിളായി തോന്നി. അന്ന് വേണമെങ്കിൽ ഓഫറുള്ള ഡേ ആണോ എന്ന് അറിയണ്ടായിരുന്നില്ല കേട്ടോ. ചില ദിവസമൊക്കെ നല്ല റീസണബിളായി തോന്നി. പിന്നെ ഞങ്ങളുടെ മാസ്കരിമിക പോയി, ഞാൻ പറയാൻ നിൽക്കുന്നില്ല. ആ സാധനം ഇട്ട് ഫോട്ടോയും സാധനങ്ങളൊക്കെ എടുക്കാൻ കേട്ടോ. പിന്നെ ഇവിടെ ഇപ്പോൾ നോക്കുക, ഇടയ്ക്കിടയ്ക്ക് ക്ലീനിങ് സ്റ്റാഫ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. എപ്പോഴും നല്ല ഞങ്ങൾ ഇവിടുത്തെ ബാത്റൂമൊക്കെ നോക്കി നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. മീൻസ് നല്ല ക്ലീൻഡാണ് എല്ലായിടവും. അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. എത്ര നാളുണ്ടാവും എന്നറിയില്ല. അങ്ങനെ നമ്മളിതാ ഫുഡ് കോർട്ടിൽ എത്തിക്കുകയാണ്. 3rd ഫ്ലോറിലാണ് കേട്ടോ ഫുഡ് കോർട്ട്. അപ്പം എന്താ നമ്മളിവിടെ ഇരിക്കുകയാണ്. അഭിച്ചേട്ടൻ എന്തെങ്കിലുമൊക്കെ വാങ്ങാന്ന് പറഞ്ഞിട്ട് പോയിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം വാങ്ങിയ സാധനം നമ്മളിതാ ഫുഡ് കോർട്ടിൽ എത്തി കേട്ടോ. വയ്യാണ്ടായി. എത്ര മണി? 1 മണി കഴിഞ്ഞു ഗൈസ്. അപ്പം നമ്മൾ വാങ്ങിയ സാധനങ്ങൾ ഇത് നമ്മുടെ കയ്യിലിരുന്ന് അടപ്പൊക്കെ തുറന്നു പോകുന്നു. നമ്മൾ വാങ്ങിയ ഫ്രൂട്ട് സലാഡ് 1/2 കിലോ ആവുമെന്ന് വിചാരിച്ച് 500 ഗ്രാം ആവുമെന്ന് വെച്ചിട്ട് ഞങ്ങൾ എടുത്തെടുത്ത് ലാസ്റ്റ് എത്ര ഒരു 51 രൂപയുള്ള എത്ര ഗ്രാം ഉണ്ടായിട? 25. അത്രേ ഉണ്ടായുള്ളൂ. ഇത് ഉപ്പിലിട്ട നമ്മുടെ പേരക്ക. ഉപ്പിലിട്ടത് കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഉപ്പിലൊന്നും ടേസ്റ്റല്ല, സാധാ ടേസ്റ്റ് അല്ലേ. അടുത്തത് നമ്മള് കണ്ണിമത്തൻ. ഇതൊന്നും സാധാ അരിഞ്ഞ് ചെയ്യാൻ തോന്നുന്നുണ്ട്. ആപ്പിള് മാത്രം കറക്കാണ്ടിരിക്കാൻ വെച്ചേക്കുന്നത്. പിന്നെ ഞങ്ങളാകെ ഒരു പപ്പായാണ് എടുത്തുള്ളൂ. പപ്പായക്ക് ഞങ്ങളധികം ഗ്രീൻ ആപ്പിളിക്കൊക്കെ ശ്രദ്ധ കൊടുത്തത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ എല്ലാവർക്കും കൂടി ടേസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യാണ് കേട്ടോ. സ്പൂണും മരത്തിൻ്റെ മറ്റേ വുഡിൻ്റെ സ്പൂണായ കാരണം ഒട്ടും മൂർച്ചയില്ല. അപ്പോൾ അത് കട്ട് ചെയ്യാൻ ഞങ്ങൾ ഏവരും ഭയങ്കര അധികം പാടുപെട്ടു കേട്ടോ. അങ്ങനെ ഏറെ നേരത്തെ തന്ത്രപ്പാടിന് ശേഷം സാധനം കയ്യിൽ കിട്ടി ഗൈസ്. ചേട്ടൻ വന്നിട്ട് വേണം നമുക്ക് കഴിച്ചു തുടങ്ങാൻ. വിശന്ന് തുടങ്ങി. 1 മണിക്ക് പപ്പായ നമ്മുടെ അവിടെ കിട്ടുന്ന പപ്പായയുടെ ടേസ്റ്റ് അല്ല ഗൈസ്. ഒരു ജാതി ഒരു മാങ്ങയുടെ ഒക്കെ ഒരു ടേസ്റ്റ്. പപ്പായ ഒരു വെറൈറ്റി ടേസ്റ്റ്. നമ്മുടെ അവിടെ കിട്ടണ ഞാൻ തന്നെ വീടിൻ്റെ അവിടെ നിന്ന് പപ്പായ കഴിച്ചോളൂ. അപ്പൊ ആ ടേസ്റ്റ് ഒന്നുമില്ല, ഒരു വേറെ ടേസ്റ്റ്.
ഇനിയിപ്പോൾ ഒരു എക്സ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന അല്ല ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന വല്ല സാധനങ്ങളാണോന്ന് അറിയില്ല. മുറിക്കാനാണ് പാട് കേട്ടോ. ആ പപ്പായ വീട്ടിൽ ഉണ്ടാവണ പപ്പായയുടെ ടേസ്റ്റ് ആണോ വേറൊരു ടേസ്റ്റ്? ആ ഒരു മാങ്ങ വൈപ്പാ, ഒരു ജാതി ടേസ്റ്റാ. എന്ത് ടേസ്റ്റാ മനസ്സിലാവണില്ല. വേറൊരു ടേസ്റ്റ്. നമ്മൾ ആപ്പിൾ കഴിച്ചത് ആപ്പിൾ എങ്ങനെ ഉപ്പിലിട്ടുണ്ടാ? ടേസ്റ്റില്ല, പച്ച നടു. നമ്മൾ പച്ചക്കറിയുടെ സാലഡ് എടുക്കാഞ്ഞ നന്ദി. അത് ടേസ്റ്റ് ഉണ്ടാവോ? അപ്പൊ ഇനി ഉപ്പൊക്കെ ഇട്ടുണ്ടാവൂലേ ഗൈസ്? അപ്പൊ നമ്മുടെ ഫുഡ് ഐറ്റംസ് എല്ലാം വന്നു, അഭിചേട്ടന് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി കഴിക്കാം. അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമുക്ക് പിസ്സ കഴിക്കാം. ഇതെന്താ ഐറ്റം? തന്തൂരി. തന്തൂരി ചിക്കൻ തന്തൂരിയാണ് കഴിച്ചത്. ഇത് കഴിച്ചോടാ, ഞങ്ങളിത് പൊട്ടിച്ചിരുന്നു. ഇത് കുളിക്കാൻ തന്നെ വേണം നല്ല ക്ഷമ. അരമണിക്കൂർ ഇനിയുണ്ട്. ടേസ്റ്റ് നമുക്ക് ചെയ്യാം. നമ്മുടെ ആദ്യം നമ്മൾ ഇങ്ങനെ എടുക്കാം, കടിക്കാം. ഇനിയുണ്ട്. ടേസ്റ്റ് ഉണ്ടോ? കൊള്ളാം. ടേസ്റ്റ് ഉണ്ടോ? എന്ത് ടേസ്റ്റ് ഉണ്ട്? നമ്മൾ കുറച്ച് സോസ് വെച്ച് വായിലിട്ട് സമയം വേണം. തിരക്കുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച സ്ഥാനത്ത് എവിടെയാണ് ഓഫർ ഉള്ളത് അവിടെ ഭയങ്കര തിരക്കാവും. ശരിയാ? ചൂട് മണ്ട എടുക്കാൻ ചേർത്ത്. അപ്പൊ നമുക്ക് അടുത്തത് ചിക്കൻ സോസേജ് മൈനസ്. പിസ്സ നമുക്ക് ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും നന്നായിട്ടുണ്ട്. നല്ല വെടുത്ത ടേസ്റ്റും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കനും അത്യാവശ്യം ഉണ്ട്. ട്രൈ ചെയ്യാം, അലമ്പ ഒന്നും പറയാൻ പറ്റില്ല. അടുത്തത് നമുക്ക് സോസേജ്. ഇതെങ്ങനെ കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ബ്രെഡ് പീസ ആക്കാൻ പറ്റുമോ? എനിക്ക് തീരെ കുറഞ്ഞല്ല. ചിക്കൻ പീസ് ഉള്ളിലാണോ? ഉള്ളിലുണ്ടോ? അടുത്ത തന്തൂരി ചിക്കൻ നമ്മൾ ഉള്ളിലുള്ള ചിക്കൻ തോന്നുന്നുണ്ട് ഇത്. സോയാബീനാണ് ഉള്ളില്. സോയാബീനാണ് കഴിച്ചത്. നമ്മളെ പറ്റിച്ചു. നമ്മൾ രണ്ടാം ദിവസം പക്ഷെ ചിക്കൻ മൈനൈസ് എന്നല്ലേ പറയണേ? മാറിപ്പോയി തോന്നുന്നുണ്ട്. ഇവിടെ മുകളിൽ ഒക്കെ പണി നടക്കണ്ട, അത് കാരണമാണ് ഭയങ്കര സൗണ്ടിന്റെ കുറച്ച് സംഭവം. ഇതാണ് നഗറ്റ്സ്. ഇത് തന്തൂരിയാണ്.
നമ്മളിപ്പോൾ വാങ്ങിയ തന്തൂരി ചിക്കൻ തന്തൂരി എന്ന് പറയുന്നത് ഭയങ്കര ചൂടാണ് കേട്ടോ. പുറത്തേക്ക് അധികം ചൂടെടുക്കില്ലെങ്കിലും കടിച്ച് കഴിയുമ്പോഴാണ് വായ പുകയുക. അപ്പം ഞാൻ അങ്ങനെ വായിലിട്ട് ഉള്ളിൽ കിടന്ന് പുകയുക. അതാണ് ഞാൻ കൈകൊണ്ട് കിടന്ന് വീശണത്. കഴിച്ചോളൂ കഴിക്കണം. അപ്പോൾ നമുക്ക് ഇരിക്കാം. അതിന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ, ഒരു സാധനം ഒഴികെ ബാക്കിയെല്ലാം നൈസായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കൈയൊക്കെ കഴുകി നമ്മൾ പോവാണ് കേട്ടോ.